ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കും. അത് നല്ല രീതിയിൽ ചൂടാവട്ടെ. അത് ചൂടായിട്ട് അതിലേക്ക് എണ്ണ പാരുക. നല്ലെണ്ണയോ എള്ളെണ്ണ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പച്ചമുളകും അത് നീളത്തിലരിഞ്ഞത്. അച്ചാറിലേക്ക് നീളത്തിലരിയണതാണ് നല്ലത്. നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് നീളത്തിൽ, കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും ചെയ്യാം അച്ചാറിൽ. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ല രീതിയിൽ ഇളക്കാം. ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മസാലയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുപോലെ പൊടിച്ച് വെച്ചാൽ മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ മസാല. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക ഒരു സ്മെല്ലാണിത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. അതില്ലെങ്കിൽ നമ്മൾ അച്ചാർ പൊടി ഇട്ടാലും മതി കേട്ടോ. വാങ്ങണ പാക്കറ്റ് അച്ചാർ പൊടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇനി നമ്മൾ വിനാഗിരി ചേർക്കും. വിനാഗിരി കൂടുതലായിട്ട് ചേർക്കണ്ട കേട്ടോ, നാരങ്ങാച്ചാറല്ലേ. നമ്മൾ അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ ചെറുതാക്കിയിട്ട് നമ്മളെ ഇഷ്ടം പോലെ വലുപ്പത്തിൽ, ഏത് വലുപ്പത്തിൽ വെച്ചാലും അങ്ങനെ കഷ്ണമാക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. കുറച്ച് അധികം ഇടുന്നതാണ് നല്ലത്, കാരണം നാരങ്ങയിലേക്ക് പിടിക്കല്ലോ. നല്ല രീതിയിൽ ഇളക്കി റെഡി. നമ്മൾ പച്ച കടുക് ചതച്ചത് ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ എന്തിനാ ഇടുന്നത് വെച്ചാൽ അച്ചാർ കേടാവാതിരിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.